സാർ ഇപ്പം എഡ്യൂഫ്ലെയറിലൂടെ 100 കണക്കിന് കുട്ടികൾ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ അവരുടെ ജീവിതത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്നൊരു ജേർണി ഏറ്റവും അടുത്ത് നിന്ന് വാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് സാർ. അപ്പോൾ അതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നടന്ന എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സാറിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ, ഒരു അച്ചീവ്മെൻറ്റ്സ് പോലെ സാറിന് തോന്നുന്നത്? എനിക്ക് കേരളത്തിൽ കർണാടകയിലുള്ള ഒരു 2 വിദ്യാർത്ഥികളുടെ സ്റ്റോറി ഈ സമയത്ത് പറയാൻ വേണ്ടി വിചാരിക്കുകയാണ്. അതായത് ആ കുട്ടികൾ എഡ്യൂഫ്ലെയറിൽ ഒന്ന് പഠിക്കാൻ വന്ന സമയത്ത് അവരുടെ മാതാപിതാക്കളൊന്നും തന്നെ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിരുന്നില്ല. ഈ അടുത്ത് അവർ വീണ്ടും കുറച്ച് വിദ്യാർത്ഥികൾ, അവരുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളെ എഡ്യൂഫ്ലെയറിൽ ചേർക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ ജർമ്മനി പോയ കുട്ടിയുടെ പിതാവ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അവർ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കുടിയേറി ഇഞ്ചിക്കൃഷി നടത്താൻ വേണ്ടി അവിടെ പോയതാണ്. ഇഞ്ചിക്കൃഷി ചെയ്ത് ഒരുപാട് നഷ്ടം സംഭവിച്ച് വലിയ ലോണും ബാധ്യതകളും എല്ലാമായി അവർ കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യണമെന്ന് വരെ അവർ ആലോചിച്ചിരുന്നു എന്ന് ആണ് എന്നോട് പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് അവരുടെ മകനെയും അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടിയെയും എൻ്റെ വീഡിയോ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. കണ്ട് എഡ്യൂഫ്ലെയറിലേക്ക് അയച്ച് അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി ജർമ്മനി പോയി. അതിനുശേഷം മാസം തോറും വീട്ടിലേക്ക് പൈസ അയച്ച് കടങ്ങളെല്ലാം വീട്ടി സ്വന്തമായി കാറ് വാങ്ങി നാട്ടിൽ വളരെ അന്തസ്സോടുകൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന സ്റ്റോറി അവർ ഈ അടുത്തൊന്ന് പറയുകയുണ്ടായി. അപ്പം അവരുടെ ആ സ്റ്റോറിയിൽ നിന്ന് ജീവിതത്തിൽ ഡെസ്പറേറ്റായി എല്ലാം നഷ്ടപ്പെട്ടു എന്ന നിരാശാബോധത്തിൽ നിന്നും മരണം വരെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് ഇന്ന് ഈ വിധത്തിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പം ഇത് തീർച്ചയായും എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ ഒട്ടനവധി വിദ്യാർത്ഥികളുടെ കാര്യമുണ്ട്. പാലക്കാട് നിന്ന് നമുക്കൊരു വിദ്യാർത്ഥി എഡ്യൂഫ്ലെയർ വഴി ജർമ്മനി പോയി മാസം അയക്കുന്ന പണം കൊണ്ടാണ് അവർ വീട് നിർമ്മിക്കുന്നത്. പലപ്പോഴും ആ കുട്ടിയുടെ പിതാവ് വിദേശ രാജ്യത്തെ ഗൾഫിൽ ജോലി ചെയ്ത് വളരെ ചെറിയ ശമ്പളമായതുകൊണ്ട് സ്വന്തമായൊരു വീട് വെക്കാൻ സാധിക്കാതിരുന്നവർ ഈ കുട്ടി മാസം തോറും അയക്കുന്ന 50,000 രൂപ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് വീട് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒട്ടനവധി വിദ്യാർത്ഥികൾ, ഒട്ടനവധി ഫാമിലികൾ ഇത്തരത്തിൽ ഈ 18 19 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥിയുടെ പണം കൊണ്ട് അവരുടെ കുടുംബമെല്ലാം വളരെ ഉയരത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പോകുന്ന വിദ്യാർത്ഥികളുടെ ജീവിതവും അവരെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫ് വളരെ ചെറിയ പ്രായത്തിലെ അവരെ സാംശീകരിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായ ഏണിങ്സ് ഉണ്ട്, സ്വന്തമായ ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്, അവർക്ക് സ്വന്തമായ സേവിങ്സ് ഉണ്ട്, അവർ ഫാമിലിയിലേക്ക് പൈസ അയക്കുന്നുണ്ട്, സ്വന്തമായി ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ ചെയ്യാനും അവരുടെ ജീവിതത്തെ സെറ്റിൽ ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഒരു റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് തന്നെ കരുതാൻ വേണ്ടി സാധിക്കും.